നമസ്കാരം. പതിരും കതിരും. നമ്മുടെ മുരുകൻ കാട്ടാക്കട പാടിപ്പാടി ഒടുവിൽ പിണറായി വിജയനെ തിമിര ശസ്ത്രക്രിയയ്ക്ക് വിട്ടിരിക്കുകയാണ്. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു. ഇനി പുതിയ കണ്ണട വേണം. പിണറായിയുടെ കണ്ണിൽ തിമിര ശസ്ത്രക്രിയ നടത്തിയാൽ നാട്ടുകാരുടെ മുഴുവൻ തിമിരം പോകുമെന്നാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ വിശ്വാസം. ഈ പിണറായിക്ക് മുട്ടുകാല് കോച്ചിയാൽ അത് ലോകത്തിൻ്റെ മുട്ടുകാല് കോച്ചിയെന്നാണ് സങ്കല്പം. ഒന്നാലോചിച്ചാൽ എന്തെല്ലാം വേദനകളും യാതനകളും അനുഭവിച്ചാണ് ഒരു മനുഷ്യൻ നമ്മെ ഇങ്ങനെ ഇടതടവില്ലാതെ 10 വർഷം കരുതിയത്. കണ്ണിലെ തിമിരം മൊത്തത്തിൽ മൂടിയിട്ട് കുറേ കാലമായി. കൺമുമ്പിൽ നടക്കുന്ന ഒന്നും പുള്ളിക്ക് കണ്ടുകൂടാ. കുരുക്ഷേത്ര യുദ്ധം കുരുടനായ ധൃതരാഷ്ട്രർക്ക് സഞ്ജയൻ വിവരിച്ചു കൊടുത്തതുപോലെ നാട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ CM രവീന്ദ്രനോ P ശശിയോ വിവരിച്ചു കൊടുക്കുന്നതാണ് പതിവ്. ഇതര സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ CPMൻ്റെ ഏക ചീഫ് മിനിസ്റ്റർ എന്തുകൊണ്ടാണ് മറ്റെങ്ങും പ്രചാരണത്തിന് പോകാതിരുന്നത് എന്ന ചോദ്യത്തിന് ദേശീയ സെക്രട്ടറി ബേബിയാണ് പറഞ്ഞത് പിണറായി തിമിര ശസ്ത്രക്രിയയ്ക്ക് പോയിരിക്കുകയാണെന്ന്. തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിൽ ഒട്ടും സമയമില്ലായിരുന്നു. ഇപ്പോൾ കിട്ടിയ ഗ്യാപ്പിൽ പോയിരിക്കുകയാണ്. അമേരിക്കയിലല്ല, തിരുനെൽവേലിയിലാണ് എന്നാണ് കേട്ടത്. ഭരണത്തിലിരിക്കുമ്പോൾ ശസ്ത്രക്രിയ നടത്തിയാൽ അതും ജനങ്ങളുടെ ചെലവിലങ്ങ് നടക്കും. തിമിരം മാറി പുത്തൻ കണ്ണടയൊക്കെ വെച്ച് 3ാം ഭരണത്തിനായി വരാനാണ് പോയിരിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്തുള്ള പ്രാർത്ഥനയ്ക്കാണ് പുത്രൻ ഗുരുവായൂരിൽ കട്ടുതൊഴാൻ പോയത്. കാരണഭൂതനെന്നോ ക്യാപ്റ്റനെന്നോ പേരിലായിരിക്കും വഴിപാടുകൾ ഷീട്ടാക്കിയത്. അല്ലെങ്കിൽ തന്നെ ഈ ഷീട്ടെടുപ്പിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല അവിടെ. പാൽപ്പായസമോ ത്രിമധുരമോ വെണ്ണ നിവേദ്യമോ എന്തു വേണമെന്ന് വെറുതെ അവിടെ നിന്ന് പറഞ്ഞാൽ മതി. കണ്ണനറിയാം കള്ളത്തൊഴിലുകാരാണ് തൻ്റെ യഥാർത്ഥ ഭക്തരെന്ന്. നിൽക്കക്കള്ളിയില്ലാതെ വരുന്ന കള്ളക്കമ്മികളെ കണ്ണൻ പരീക്ഷിക്കാറേയില്ല. അവരുടെ ഒരുമാതിരിപ്പെട്ട ആവശ്യങ്ങളൊക്കെ കണ്ണടച്ച് അങ്ങ് സാധിച്ചു കൊടുക്കും. ഇനി പിണറായിയുടെ പേരിൽ കൃഷ്ണനാട്ടം വഴിപാടാണ് വേണ്ടതെങ്കിൽ അതുമാകാം. അഭീഷ്ട കാര്യസിദ്ധിക്ക് ബാണയുദ്ധം നടത്താം. ശത്രുനാശത്തിന് കംസവധം, മോക്ഷപ്രാപ്തിക്ക് സ്വർഗാരോഹണം. ഗുരുവായൂർ ദേവസ്വം ബോർഡിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുമൊക്കെ ഇരിക്കുന്ന കമ്മികളായ ഭാരവാഹികൾ ഇതൊക്കെ ഒതുക്കത്തിൽ പിണറായി കുടുംബത്തിന് വേണ്ടി നടത്തുന്നതാണ് പതിവ്. ക്യാപ്റ്റൻ PV, പച്ചരി ദൈവം എന്നീ പേരുകളിൽ പിഴിഞ്ഞു പായസമോ മറ്റെന്തു വേണമെങ്കിലുമോ ഷീട്ടാക്കാം. ആരറിയാനാണ്. ഓണക്കാലത്ത് പണ്ട് തുമ്പി തുള്ളുമ്പോൾ പാടാറുള്ളൊരു പാട്ടുണ്ട്. കള്ളത്തുള്ളല് തുള്ളിയാലോ വള്ളിച്ചോറിതനമുണ്ടല്ലോ. എന്നാൽ കള്ളഭക്തരെ ഭഗവാന്മാർ അത്തരത്തിൽ ഉപദ്രവിക്കാറില്ല. മാത്രമല്ല, അവരുടേതാണ് യഥാർത്ഥ ഭക്തി എന്ന് ഭഗവാന്മാർക്ക് അറിയുകയും ചെയ്യാം. ഇനി ബേബി പറഞ്ഞ വിഷയത്തിലേക്ക് വന്നാൽ, കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കുടുംബത്തെയും കെട്ടിപ്പെറുക്കി പിണറായി ലോക പര്യടനത്തിന് പോയത് ഓർമ്മയുണ്ടോ സഖാവേ? പിണറായി വിശ്രമിക്കാൻ പോയ ദൈവത്തെ പോലെയാണെന്ന് ബാലൻ പറഞ്ഞിരുന്നു. ലോക രാജ്യങ്ങളെല്ലാം കറങ്ങിങ്ങി വന്നപ്പോഴേക്കും തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. അപ്പോൾ തിമിരമില്ലെങ്കിലും പിണറായി വിജയൻ പാർട്ടിയെ നന്നാക്കാൻ മറ്റെങ്ങും പോകാറില്ല. പുള്ളിക്കറിയാം ഇവിടെ ഇട്ടാവട്ടത്ത് കിടന്ന് തായം കളിക്കുന്നതിൻ്റെ ഒരു സുഖം. മറ്റെവിടെ ചെന്നാലും തനിക്ക് പുല്ലവിലയാണെന്നും അറിയാം. ചെല്ലുന്നിടത്ത് പുല്ലുവിലയാണെങ്കിലും ഇവിടെ കാശിന് 16 ആണെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ പുള്ളിക്ക് മനസ്സിലാകും. സ്വന്തം മണ്ഡലത്തിൽ ജയിക്കാൻ പിണറായി കാലിട്ടടിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. തോറ്റാലും അതിശയമില്ലെന്നാണ് പ്രവചനക്കാരുടെയും സർവേക്കാരുടെയും അഭിപ്രായം. അമേരിക്കയിൽ ഒന്നുകൂടി പോയി വരാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഫുൾ ബോഡി ചെക്കപ്പ് നടത്തി കുടുംബസഹിതം ഒന്ന് കറങ്ങി അടിച്ചു വരണമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന് ഭരണം മാറുന്നതോടെ ആ യാത്രകൾക്കെല്ലാം അവസാനമാകും. നമ്പർ 1 ആരോഗ്യ കേരളം അഭിമാനത്തോടെ അവതരിപ്പിക്കുന്ന കണ്ണാശുപത്രികളൊന്നും തന്നെ സർക്കാരിൻ്റേതായിട്ട് ഇവിടെ ഇല്ലേ വീണ ജോർജെ? തിമിര ശസ്ത്രക്രിയ നടത്തിയാൽ കണ്ണു തെളിഞ്ഞേക്കും. മനുഷ്യജീവിതത്തെ കണ്ണു നിറഞ്ഞ് കാണണമെങ്കിൽ, അവരുടെ സങ്കടം കാണണമെങ്കിൽ ഭരിക്കുന്നവൻ്റെ കണ്ണ് തെളിഞ്ഞാൽ പോരാ, മനസ്സ് തെളിയണം.